അച്ഛനെങ്ങോട്ടാ? ഞാൻ നിന്റെ അച്ഛനെ ശരിക്കൊന്നും കണ്ടോട്ടേടാ. അച്ഛനെ കണ്ടോ? അച്ഛനെ കണ്ടാ കൊഴപ്പാ. എന്താ മേരി സിസ്റ്റർ, നോക്കി സിസ്റ്റർ, ലീന സിസ്റ്റർ. അയ്യോ ഇതില് സിസ്റ്റർ ഇല്ലാട്ടാ, ലീന. ഞാനോ? ഏത് ഞാൻ അറിയാവുന്ന ഒരു ഞാനേ ഉള്ളൂ. ഞാനാണ്. ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാനെന്ന് പറയുമ്പോ ഞാൻ അറിയാത്ത ഒരു ഞാൻ. ഏത് ഞാനാണ് ഞാൻ ചോദിച്ച കേട്ടില്ല. ആരാണ് ഞാൻ? അല്ലെങ്കിൽ ഞാനായിരിക്കും ഞാൻ. ഹലോ, ഞാൻ ശാരിയാ. എന്തൊക്കെയുണ്ട്? എങ്ങനെയുണ്ട്? ഇപ്പൊ എവിടെയുണ്ട്? ചാരി എന്നെ ഏത് പാതാളത്തിലേക്ക് വിളിച്ചാലും എനിക്ക് വരാൻ ഒരു ബുദ്ധിമുട്ടില്ല. അല്ല, ഇതിനൊക്കെ ബുദ്ധിമുട്ടില്ലേ പിന്നെ എന്തിനാ ബുദ്ധിമുട്ട്? എന്താ പറയാനൊരു ബുദ്ധിമുട്ട്? സാറൊക്കെ പഴയ സാറല്ല, പുതിയ സാറുമാരുടെ സാറാണെന്ന് പറഞ്ഞു സാറേ. നിന്റെ സാറ് വിളി. നീ ഏതർത്ഥത്തില ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി. സന്തോഷം. വരട്ടെ സാറേ. വെറുതെ സാറേ. എന്താ സാറേ? വീട്ടു സാറേ. സാറേ ಎಕ್ಸ್ಕ್ಯೂಸ್ ಮೀಲು ಅದೇ ಇಲ್ಲಲು ಇಲ್ಲಿಲು ಒಂದಲು ഒരലു ഒരലല്ല രണ്ടലു ടീച്ചർമാരിലു താമസിക്കലു. இப்ப கண்டல பாசிய கண்டுட்டு நானு அடுத்த பஸ்ஸுக்கு போறது பார்த்துட்டு வாடுறேன். ഇതെന്ത് ഭാഷ? कच्चरा मैं दरिद्रवासियम आदमी हूँ, कृपया करे दरवाजा में किनारे है. അഫ്ഗാനിസ്ഥാൻ താലിബാൻ അൽക്കൊടുത്ത സോഡ പോലെ കിട്ടാത്ത തുറപറ ഹിൽസിനടുത്ത് പോറാ. പുട്ട് കോട്ടണിന്റെ നോ സോൾ സാൻഡിയ. എന്തത്? അച്ചാറ കമ്പനിയാ. 5-6 കമ്പനിയാ, എന്നിട്ട് ഒരെണ്ണല്ലുള്ളൂ. 5-6 അച്ചാറ കമ്പനി. പന്നിനാ? ആരടി പന്നി? ലക്ഷ്മണനോ തോർത്തില്ല, രാമനോ മുണ്ടില്ല. ലക്ഷ്മണന് തോർത്തില്ലെന്നല്ല, ലക്ഷ്മണൻ അത് ഓർത്തില്ല, രാമനോ മിണ്ടിയില്ല. പക്ഷെ അവളെ ചതിക്കൂലെന്ന് നീ എന്റെ തലത്തോട്ട് സത്യം ചെയ്യണം. ഞാൻ വഞ്ചിക്കും. നീ വഞ്ചിക്ക് പോകില്ല. എന്തിനാ ഇപ്പൊ ഇവിടെ ഇറങ്ങിയേ? വെള്ളം അടിക്കാനോ ഇത്ര രാവിലെ? സ്റ്റോപ്പ് ആക്ടിംഗ് ലൈക്ക് എ മെയിൽ ഷോവിനിസ്റ്റ് പിഗ്. എന്താ പറഞ്ഞേ? മേലാസകലൻ ചുവന്ന പിഗ്ഗുന്ന. യു ഷേംലെസ് ക്രീച്ചർ, ബ്ലഡി ബുൾഷിറ്റ്. എന്താ ബെഡ്ഷീറ്റാ ഞങ്ങളുടെ കയ്യിലുണ്ട്. മോന് വേണ്ടി വരും. ഐ ലവ് യു. അതിലെ ഓർത്തുന്നു. ഇത് തെക്കേടത്ത രാമൻകുട്ടി, ചേച്ചിയുടെ ഹസന്റെ ബ്രദറാ. എനിക്ക് കുഞ്ഞബ്രസിന്റെ കഥറ. അല്ല, ഹസിന്റെ ബ്രദറ. മൊണ്ണൻ കഥലാളി എന്ത്? അല്ല, കണ്ണൻ മുതലാളി അകത്തുണ്ട്. ആവണക്കണ്ണ അല്ല, വണക്കണ്ണ. അപ്പന്റെ ഓയിന്റ്മെന്റ് അല്ല, അപ്പോയിന്റ്മെന്റ് ഓർഡറാ. പൊന്തയേശി അല്ല, എന്താ കോശി? മലയാളം അറിയോ? അറിയാം. ഞാൻ വിചാരിച്ചു ഹിന്ദിക്ക് ചന്തി മാത്രം അറിയൂന്ന്. ചാന്ദിനിക്ക് ഹിന്ദി മാത്രം അറിയൂന്ന്. പ്രിയ സഖി ഗംഗേ പയറു പറയൂ. ഞാനൊന്ന് കുളിക്കട്ടെ. കുളിച്ച കൊക്കാവും. ഞാൻ ചാണ്ടി ഉദ്ദേശിച്ച എവരി ഡോഗ് ഹാസ് എ ഡേ. ഞാൻ മകനെയാണ് ഉദ്ദേശിച്ചത്. നല്ല ഉപദേശം ആയിരിക്കും. ആളോട് ചെന്ന് പറയും. പോത്തിനോടാണോ വേദം ഓതുന്നത്? ഞാൻ ഇത് ഉദ്ദേശിച്ചത് മകനെയാ. പിന്നെ എന്റെ മോൻ തന്നെയാണോ അതാ മുഖ്യറ്റം? ആ ചോദ്യം ലക്ഷ്മി തീറ്റ കഴിഞ്ഞ് ഇറങ്ങി പോരുത്. അച്ഛനെന്ത് IAS IPS ഒക്കെ കാണുമ്പോ ഇത്ര ആക്രാന്തം? വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ടാണോ വിദ്യാഭ്യാസം കുറവായതുകൊണ്ടാണോ? ഒരു IPS കാരനെ പിടിച്ച് ലീവ് എടുപ്പിച്ചിട്ട് ഫൈനാൻസിങ് കമ്പനി തുടങ്ങിയിരിക്കും. അത് പിന്നെ അഴിമതിയിലൂടെ കിട്ടിയ കള്ളപ്പണം സൂക്ഷിക്കാൻ മറ്റൊരു മാർഗം വേണ്ടേ? ഇതുമൂലം രാജ്യത്തിന് നഷ്ടപ്പെടുന്നത് ഒരു IAS കാരന്റെ IPS കാരന്റെയും സേവനം. അയ്യോ, അതോർത്ത് സാറ് സങ്കടപ്പെടരുത്. ഇവരുടെ സേവനം നഷ്ടമാവുന്നതുകൊണ്ട് രാജ്യത്തിന് ഗുണമേ ഉള്ളൂ, ദോഷമില്ല. തോൽവി എന്ന വാക്ക് എന്റെ ചരിത്രത്തിലില്ല. സ്കൂളിൽ പോകാത്തോട്ട് അവിടെ തോറ്റിട്ട് ഇവിടെ ഇരിക്കേണ്ട ഞാൻ ഇവിടെ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറി ഇരുന്ന് ഇറങ്ങി. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബനാന ടോക്കാണ്. പഴഞ്ചൊല്ല്. ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. താങ്ക് യു. മന്ദബുദ്ധിയല്ല. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ. നീ എന്തായി പറയുന്നത്? എന്നെ തല്ലാനായിട്ടാണെങ്കിലും ഈ നിയമപുസ്തകം സാർ ഒന്ന് കൈ കൊണ്ട് തൊട്ടല്ലോ. സത്യത്തിൽ സാറിനൊരു കേസ് കിട്ടാൻ വേണ്ടി ഒരാളെ കൊന്നിട്ട് ആ കേസിലെ പ്രതിയാവാൻ ഞാൻ തയ്യാറാ. പക്ഷേ ആ കേസ് സാറ് വാദിച്ച എനിക്ക് കൊലക്കയറ് ഉറപ്പാന്നറിയാവുന്നോണ്ടാണ് ഞാനത് ചെയ്യാൻ. കോടതിയിലൊന്ന് വാതുറക്കാൻ പോലും പറ്റാതെ മൗന നൊമ്പരങ്ങളുമായി ഒരു മിണ്ടാപ്രാണിയായി വക്കീല് കണ്ണും തള്ളി പോകുമ്പോഴാ അവന്റെ ഒരു ചേട്ടൻ ഒറ്റയ്ക്കല്ല, ചേട്ടന് തുണയായി ചേട്ടന്റെ കൂടെ എപ്പോഴും ഈശ്വരനുണ്ടാവും. നീയും ഉണ്ടാവും കൂടെ. ഞങ്ങൾ തന്നെ സാർ. അതെ, നിങ്ങൾ ആരാണ്? ഇവരൊക്കെ എന്റെ കൂടെ വന്നവരാണ് സാർ. അതെ സാർ, പക്ഷെ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. എനിക്കൊരു തോക്ക് വേണം. എനിക്കെന്താ തോക്ക്? സാർ, ഞാൻ സാറിന്റെ ജീവൻ രക്ഷിച്ചതിന് ശേഷം എനിക്കുണ്ട് സാർ ഭീഷണി. അതുകൊണ്ടാണ് സാർ. നിയമ തടസ്സങ്ങളില്ലേ അനുവദിക്കാം, അല്ലേ സത്യനാരായണ? ഓക്കെ, എനിക്ക് തോക്ക് തരാം, പക്ഷെ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇല്ല സാർ. പിന്നെന്തിനാ സാർ തൂക്കിട്ട് നടക്കാനാണ് തോക്ക്? നീ അല്ലാണ്ട്
നീ എന്തുട്ട അക്രമേ കാണിച്ചേ അത് ഓടിപ്പോയല്ലോ. ഞാൻ ആ പിശാചിനെ ഓടിക്കാൻ കുരിശ് കാണിച്ചാ. കുരിശാ? ആ വെള്ളി കുരിശ്. ഇത് കുരിശ് കണ്ടിട്ടില്ലടാ, പുണ്യന്റെ കുന്തം കണ്ടിട്ട് ഓടിയേ. Excuse me, sir. Can you tell me the way to Ernakulam? അതിപ്പോ ഗോ ദിസ് വേ ദാറ്റ് വേ ബസ് സ്റ്റോപ്പ് എറണാകുളം ബസ്. Sir, where's the church? ഒരച്ചവനെ തീവണ്ടിക്കാണല്ലേ തല വെച്ചത്. അതായത് ചർച്ച. ഇങ്ങനെ നേരെ പോയിട്ട് ആ വളവ് തിരിയുമ്പോ അവിടെ ചർച്ച്. ഓക്കെ, വട്ടിന്റെ അപ്പന് സോറി ഇംഗ്ലീഷ് പറഞ്ഞുതരാം. ആക്ച്വലി നേരെ പോയിട്ട് വളഞ്ഞ് വളഞ്ഞ് അവിടെ ചർച്ച. ഓക്കെ, where's the church? ഇനി രക്ഷയില്ല. പിന്നെ ബിരിയാണി പോലും കഴിച്ചു പോയി. നമ്മളോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വായിൽ വരലിട്ടാ മതിയല്ലേ? പോരാ, ഇംഗ്ലീഷ് നന്നായിട്ടാ.